ഹലോ. ഓ ഇതോ, ഇതിലിപ്പോ എങ്ങനാ സംസാരിക്കണേ? അതെ, ഒരു ഫോണുണ്ട്. ഈ കുട്ടി ഇനി എവിടെയാണാവോ? മയക്കുഞ്ഞേ, എന്താ? ദേ. ഹായ് അനിത. എവിടെ? വീട്ടിലേക്ക് തിരിയുന്ന വഴിയിലോ? ആരൊക്കെയുണ്ട് നിന്റെ കൂടെ? രശ്മിയില്ലേ? ഓക്കെ ഓക്കെ. പിന്നെ ആരാ? മൈഥിലിയോ? അതാരാ പുതിയ ഫ്രണ്ട് മൈഥിലി? ഓ വെരി ഗുഡ്. ശങ്കരമാമൻ ട്രിവാൻഡ്രത്തിൽ നിന്ന് നാളെ വരും. ഹായ് മയജി. ഹായ് അനിത. വെൽക്കം ടു അണിമംഗലം. ഏയ് രശ്മി, കമാൺ ഇറങ്ങ്. ഹലോ രശ്മി. ഹായ് മയജി. ഇതാണ് മൈഥിലി. മയജിയുടെ അമ്മ എവിടെ? അമ്മ ദാ വന്നല്ലോ വല്യമ്മ. അനിതേ, 10 മിനിറ്റേ ആയുള്ളൂ നിന്റെ അമ്മ വിളിച്ചിട്ട്. നിങ്ങൾ ഇവിടെ എത്തിയോന്നറിയാനാ. ആണോ? ആ വല്യമ്മേ, ഇത് മൈഥിലി, എന്റെ കൂട്ടുകാരിയാ. അത് ദേവസം, ഇവിടുത്തെ ഓൾ ഇൻ ഓൾ. നമസ്കാരം. ആ ദേവസം, റൂമൊക്കെ റെഡി അല്ലേ? ഇന്നലെ റെഡി, 3 കട്ടിലും റെഡി. മൈഥിലി നന്നായിട്ട് തമിഴൊക്കെ പറയുന്നുണ്ടല്ലോ. പിന്നെ അവള് പട്ടത്തിയല്ലേ? നടക്ക്. +2 പഠിക്കണവരെ ഞാനും അമ്മയും ഇവിടെ അമ്മാവന്റെ തറവാട്ടിലാണ് താമസിച്ചിരുന്നത്. പിന്നെ അച്ഛൻ ദുബായിൽ നിന്ന് വന്ന ശേഷം ഞങ്ങള് ടൗണിലേക്ക് മാറിയത്. അപ്പൊ നീ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? എത്ര പ്രാവശ്യം. എന്റെ ഒപ്പവും അമ്മാവന്റെ കൂടെ ഉള്ളപ്പോഴൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ അന്നേ ഫ്രണ്ട്സ് അല്ലേ? നടക്ക്. എങ്ങനെയുണ്ട് വീട്? നന്നായിട്ടുണ്ട്. അതെ, ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുക്കാറായി. തുളസി അമ്മ എപ്പടി ഇருக்கு? நல்லா இருக்கு. എന്താ വേല, സുഖല്ലേ? நல்லா இருக்கம்மா. இந்த அம்மா பாக்ஸை கொடும்மா. இந்த அம்மா ஒரு அம்மா. இது என் ஃப்ரெண்ட் மைதிலி. வா. ഏയ് വാ. ഇവിടെ ഒരു മിസ്റ്ററി റൂം ഉണ്ടെന്ന് പറഞ്ഞത് നീ കണ്ടിട്ടുണ്ടോ? അയ്യോ, ഞാൻ കണ്ടിട്ടില്ല. ഈ മിസ്റ്ററി റൂം എന്ന് വെച്ചാ ഞങ്ങളുടെ പരദേവങ്ങളെ വെച്ചിട്ടുള്ള മുറിയാ. അതാ മുറി. ഈ മുറിയിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നീ പറഞ്ഞല്ലോ. എന്താ അത്? ഞാനിവിടെ ഉള്ളപ്പോ ഒന്നും കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. പക്ഷെ മായച്ചി കേട്ടിട്ടുണ്ട്. എന്ത് കേട്ടിട്ടുണ്ട്? രാത്രിയിൽ മണികിലുക്കോ ചിലമ്പിന്റെ ശബ്ദോ കരച്ചിലോ ചിരിയോ ഒക്കെ കേൾക്കാറുണ്ടത്രേ. എന്തോ എനിക്കറിയില്ല, എനിക്ക് പേടിയാ. നീ ഇപ്പൊ എന്തിനാ ഇവിടെ നിക്കണേ? വാ വാന്നേ. ചായ? ഓ, എന്തിനാ? ഞാൻ താഴോട്ട് വരുമായിരുന്നല്ലോ. അവരൊക്കെ എവിടെ? താഴെയുണ്ട്. എന്തെങ്കിലും വേണോ? വല്ല ചിപ്സോ മറ്റോ? ഏയ്, ഒന്നും വേണ്ട. നിങ്ങൾ എല്ലാവരും ഒരേ ക്ലാസ്സിലാ? അല്ല, ഒരേ ബെഞ്ചിലാ. ഞങ്ങൾ എല്ലാരും ഒരേ കോളേജിലാ. പല ബാച്ചില്. ഡിഗ്രി ഫൈനൽ ഇയേഴ്സാ. ദേവസം, പേടിച്ചു പോയോ? അമർന്ന പോലെ അമറിയ പിന്നെ പേടിക്കില്ലേ? എല്ലാരും ഇങ്ങനെ പേടിക്കാൻ മാത്രം. ആ മുറിക്കകത്ത് എന്താള്ളേ? വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നവർക്ക് അറിയില്ല ആ മുറിക്കകത്ത് എന്താണെന്ന്. എത്ര ദിവസം താമസിക്കാനാ ഇവിടെ വന്നേ? ഒരു 3-4 ദിവസത്തേക്ക്. ഈ അണിമംഗലത്തെ ഒരുപാട് നല്ല കാഴ്ചകളും കൗതുകങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ചുറ്റി നടന്ന് കണ്ടാ പോരെ? സ്വസ്ഥത തരൂല.
ഒന്ന് നേരെ ഇരിക്കേ. ഹലോ ഇത് വല്ലതും കിട്ടുമോ? ഞാൻ പറയുമ്പോഴേ ചിരിക്കാവൂ. ഓ ഓ, ഓ. റെഡി? പൊട്ടിച്ചിരിച്ചോ? ഇപ്പൊ അണിമംഗലം തറവാട്ടിലെ കാർണോത്തി ലക്ഷ്മി വല്യമ്മ, വല്യമ്മയുടെ മകള് മായേച്ചി, വല്യമ്മയുടെ താഴെ ശങ്കരമാവൻ. അവൻ തിരുവനന്തപുരത്ത് പോയിരിക്കാ, നാളെ വരും. ശങ്കരമാവന്റെ താഴെ എന്റെ അമ്മ, എന്റെ അമ്മ കഴിഞ്ഞ ഭാനുചുറ്റമ്മ, അവരുടെ ഭർത്താവ് ഡോക്ടറാ, ഡോക്ടർ കൃഷ്ണൻ നായർ. അവരും നാളെ വരും. അതിന്റെ താഴെ വനജ ചുറ്റമ്മ, അവരങ്ങ് സാമ്പിയല, ആഫ്രിക്കയില്. അവളുടെ ഹസ്ബൻഡിനെ അവിടെയാ ജോലി. അവര് നാളെ വരും. അമ്മായി എവിടെ ശങ്കരമ്മാവന്റെ ഭാര്യ? ഉഷ 1 വർഷം മുമ്പ് മരിച്ചു. ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു. ഒരു സന്ധ്യക്ക് എന്തോ കണ്ട് പേടിച്ചതാ. അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് അവള് മരിച്ചു. അമ്മാവന്റെ മക്കള്? അവർക്ക് കുട്ടികളില്ല. ഒരു കുട്ടിയെ ദത്തെടുക്കാൻ ഏതാണ്ട് തീരുമാനമായപ്പോഴാ ഉഷ പോയെ. പിന്നെ ഞങ്ങളൊക്കെ തന്നെ അമ്മാവന്റെ മക്കള്. നമ്മ പറമ്പിൽ പിടിച്ച മാമ്പഴം നല്ല രുചിയാ ഇருக்கு. உங்களுக்கு തമിഴ് വരുമാ? തമിഴ് വരില്ല, പക്ഷെ പറയും. കേക്കണോ? ഒന്ന് പറയടി. വൈകുന്നേരം ഫോണില് തമിഴ് മിണ്ടണ കേട്ടു, അതാ. ദേ നിന്റെ കെട്ടിയോ വിളിക്കുന്നു, വേഗം ചെല്ല്. ഈ മായേച്ചി എന്താ ഇതുവരെ കല്യാണം കഴിക്കാത്തെ? കല്യാണം കഴിച്ചിട്ടില്ലെന്ന് ആര് പറഞ്ഞു? കല്യാണവും കഴിഞ്ഞു, ഡൈവോഴ്സും ആയി. ഡൈവോഴ്സും ആയിന്നോ? നീ ഇതത്ര ഈസി ആയിട്ടാ പറയണേ. ഞാൻ പറഞ്ഞതിൽ ഈസി ആയിട്ട് അവരത് ചെയ്തത്. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ് ബോംബെയിൽ താമസം തുടങ്ങിയതറിയാം. പിന്നെ കേട്ടത് ഡൈവോഴ്സ് കഴിഞ്ഞ് മടങ്ങിയെന്നാ. ആകെ 9 മാസം. എന്താ കാരണം? കല്യാണം കഴിച്ച ആൾക്ക് ലേശം മെന്റലാണെന്ന്. അസാധ്യ ഗഡ്സാ മായേച്ചിക്ക്. ഇവിടെ ആരോട് അഭിപ്രായം ചോദിച്ചില്ല. അരുത്. ഇത് തെക്കിനിയാണ്. തെക്കിനി എന്ന് വെച്ചാ പരദേവതയുടെ വാളും ചൂരിലും ചിലമ്പും തിരുവാഭരണമൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലം. സ്ത്രീകൾ ഇതിനകത്ത് കയറാൻ പാടില്ല. ആണുങ്ങൾ പോലും കുളിച്ച് ശുദ്ധമായി ഈറിനുടുത്തേ കയറൂ. അതും അത്യാവശ്യം വന്നാ മാത്രം. ചേച്ചി ഞാൻ വേണ്ട, മെയിലിൽ ഇത് ആവർത്തിക്കരുത്. വാ. ലൈറ്റ്സ് ഓഫ് പ്ലീസ്. എന്താ മൈഥിലി, കിടക്കുന്നില്ലേ? നീ നിന്റെ ഡ്രൈവറോട് പറയൂ എന്നെ ഒന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ. ഈ രാത്രിയിലോ? എന്ത് പറ്റി നിനക്ക്? ആകെ കൊതിച്ചു വന്നതാ. എല്ലാം സ്പോയിൽ ചെയ്തു നിന്റെ കസിൻ. ഒട്ടും മര്യാദയില്ല അവരുടെ സംസാരത്തിന്. ലൈറ്റ്സ് ഓഫ് പ്ലീസ്. മായേച്ചിക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഐ ഡോണ്ട് ലൈക്ക് ഹർ. ഐ ഡോണ്ട് ലൈക്ക് ദിസ് പ്ലേസ്. എനിക്ക് പോണം. നേരെ ഒന്ന് വെളുത്തോട്ടെ, എല്ലാം ശരിയാവും. നീ വന്ന് കിടക്കും മൈഥിലി, പ്ലീസ്. നീ കിടന്നോ, എനിക്ക് കുറച്ചുകൂടെ കഴിയണം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ലൈറ്റ്സ് ഓഫ് പ്ലീസ്.